സംസ്ഥാനത്ത് ദുരന്തം വിതച്ച് വേനൽ മഴ. ഒരാൾക്ക് ജീവൻ നഷ്ടമായപ്പോൾ മറ്റു പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തത് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി കണ്ണൂർ മുണ്ടയാട് വയോധികയ്ക്ക് ജീവൻ നഷ്ടമായി. മരം വീണ വൈദ്യുതി ലൈൻ വീട്ടുമുറ്റത്തേക്ക് പൊട്ടിവീണാണ് 79 വയസ്സുള്ള പുഷ്പ മരിച്ചത്. കഴിഞ്ഞ രാത്രി പെയ്ത അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് കാസർഗോഡ് കരിന്തളം കുണ്ടൂരിലെ NK ശാരദയുടെ വീട് പൂർണ്ണമായും തകർന്നത്. ആ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പത്തനംതിട്ട പുറമറ്റം കവുങ്ങുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയിൽ കല്ലറ പൊളിഞ്ഞ മൃതദേഹം പെട്ടിയോടെ പുറത്തുവന്നു. കനത്ത മഴയിൽ പള്ളിയുടെ ചുറ്റുമതിൽ തകർന്നു വീണാണ് കല്ലറ പൊളിഞ്ഞത്. കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സമ്മതിച്ചെങ്കിലും ശവപ്പെട്ടി പുറത്തുവന്നെന്ന വിവരം പള്ളി അധികൃതർ നിഷേധിച്ചു. പത്തനംതിട്ട ഗവി പാതയിൽ മൂഴിയാർ 40 സമീപത്ത് മണ്ണിടിഞ്ഞു. കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വന്ന KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെട്ടു. കൊല്ലം വെസ്റ്റ് കല്ലട പഞ്ചായത്തിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. മുട്ടച്ചെരുവ് കോളനിയിൽ യേശുദാസന്റെ പുരയിടത്തിലുണ്ടായിരുന്ന കിണറാണ് മുഴുവനോടെ ഇടിഞ്ഞു താഴ്ന്നുപോയത്. 10ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറാണിത്. അട്ടപ്പാടി കള്ളമല സ്കൂളിന് സമീപം വൻ മരം വീണ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ജെല്ലിപ്പാറ കള്ളമല റോഡിലാണ് മരം വീണത്. ഇതിനു പിന്നാലെ തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ മലയോര മേഖലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.